എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ കണ്ട ആ ഒരു വലിയ റാലിക്ക് ശേഷം മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ്? എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നിർണായക നിമിഷമാണിത്. നമുക്കിതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് സംസാരിക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഈയൊരു വിശകലനം പെട്ടെന്ന് തയ്യാറാക്കാൻ ഞങ്ങൾ AI ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വിവരങ്ങളും സോഴ്സ് മെറ്റീരിയലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിന്റെ കൃത്യത ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതൊരു സാമ്പത്തിക ഉപദേശമൊന്നുമല്ല കേട്ടോ. മാർക്കറ്റ് ഡാറ്റയുടെ ഒരു അനാലിസിസ് മാത്രമാണ്. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങളുടെ സ്വന്തം റിസർച്ച് വളരെ പ്രധാനമാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മാർക്കറ്റ് ശരിക്കും ഒരു ഒന്നൊന്നര കുതിപ്പിലായിരുന്നു അല്ലേ? പക്ഷേ ഇന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നിന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഇത് ഈ റാലിയുടെ അവസാനമാണോ, അതോ അടുത്തൊരു കുതിപ്പിന് മുൻപുള്ള ഒരു ചെറിയ ബ്രേക്ക് മാത്രമാണോ? ആദ്യം തന്നെ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വഴിത്തിരിവിൽ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലൊരു കട്ടയ്ക്ക് കട്ട വടംവലി നടക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ചാർട്ടിൽ രൂപപ്പെട്ട ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതായത് ഒരു ദിവസത്തെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഏകദേശം ഒരേ ലെവലിൽ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന്റെ അർത്ഥം സിമ്പിളാണ്. ബുള്ളുകൾക്കോ ബെയറുകൾക്കോ, അതായത് വാങ്ങുന്നവർക്കോ വിൽക്കുന്നവർക്കോ മാർക്കറ്റിൽ ഒരു പിടികെട്ടിയിട്ടില്ല. രണ്ടാളും കൺഫ്യൂഷനിലാണ്. അപ്പോ മാർക്കറ്റ് തരുന്ന ഈ മിക്സ്ഡ് സിഗ്നലുകൾ നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നോക്കൂ, ഒരു വശത്ത് വീക്ക്ലി ചാർട്ട് കാണുമ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആണ്. ആ വലിയ പച്ച ക്യാൻഡിൽ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പക്ഷെ മറുവശത്ത് ഡെയിലി ചാർട്ട് നോക്കുമ്പോഴോ അവിടെ ഒരു സ്തംഭനാവസ്ഥയാണ്. മുന്നേറ്റത്തിന്റെ ആ ഒരു പവർ കുറഞ്ഞോ എന്നൊരു സംശയം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒരു താൽക്കാലിക സ്റ്റോപ്പ് മാത്രമാണ്. ഇതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഇത്രയും കാലം കണ്ട ആ ഒരു തകർപ്പൻ മുന്നേറ്റത്തിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണിത്. ചാർട്ടുകൾ നോക്കിയിട്ടൊരു കൺഫ്യൂഷൻ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മാർക്കറ്റിലെ വലിയ കളിക്കാർ, അതായത് സ്മാർട്ട് മണി എന്ന് നമ്മൾ പറയുന്നവർ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സ്ഥാപന നിക്ഷേപകരും നമ്മളെപ്പോലെയുള്ള സാധാരണ റീറ്റെയിൽ നിക്ഷേപകരും ചിന്തിക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലാണ്. പ്രൊഫഷണലുകൾ വിചാരിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകുമെന്നാണ്. അവർ ബേറിഷാണ്. അതേസമയം റീറ്റെയിൽ നിക്ഷേപകർക്കോ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകുമെന്ന വലിയ പ്രതീക്ഷയിലാണവർ. കൃത്യമായ കണക്കുകൾ നോക്കിയാൽ കാണാം, വിദേശ സ്ഥാപനങ്ങളും പ്രൊഫഷണലുകളും അവരുടെ പൊസിഷനുകൾ എടുത്തിരിക്കുന്നത് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത വെച്ചാണ്. വളരെ വ്യക്തമായൊരു ബേറിഷ് നിലപാടാണിത്. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഇടയിൽ എല്ലാവരുടെയും ശ്രദ്ധ ഒരൊറ്റ നമ്പറിലേക്കാണ്, നിഫ്റ്റിയിലെ ആ നിർണായക ലെവല്. അതെ, ഇതാണ് ആ നമ്പർ, 23,800. ഇതൊരു ലക്ഷ്മണരേഖ പോലെയാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിന്റെ അടുത്ത നീക്കം. അപ്പോൾ ഗെയിം പ്ലാൻ വളരെ സിമ്പിളാണ്. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, വാങ്ങുന്നവർ ഈ 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാതെ പിടിച്ചു നിർത്തിയാൽ ഈ മുന്നേറ്റം തുടർന്നേക്കാം. പക്ഷേ ആ ലെവൽ തകർന്നാലോ? അപ്പോൾ പിന്നെ ബേറുകൾ കളിയേറ്റെടുക്കും. അതോടെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ശരി, അപ്പോൾ ഇങ്ങനെയൊരു അനിശ്ചിതത്വം നിറഞ്ഞ മാർക്കറ്റിൽ നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? നമ്മുടെ വിശകലനത്തിലെ ഈയൊരു വാചകം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ചെറിയ മുന്നേറ്റമൊക്കെ ഉണ്ടെങ്കിലും മാർക്കറ്റിന്റെ വലിയ ട്രെൻഡ് ഇപ്പോഴും താഴേക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കളിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ തുക വെച്ച് മാത്രം കളിക്കുക. അതായത് പൊസിഷൻ സൈസ് കുറയ്ക്കുക. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പണം സംരക്ഷിക്കുക എന്നതാണ്. ചെറിയ പൊസിഷൻ സൈസുകൾ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നമുക്ക് അനുകൂലമായാൽ ലാഭം കിട്ടും. ഇനി അഥവാ നമ്മൾ വിചാരിച്ചതിനെതിരായി പോയാലും വലിയ നഷ്ടം വരില്ല. പിന്നെ സ്പ്രെഡുകൾ പോലുള്ള റിസ്ക് കുറഞ്ഞ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ഓർമ്മയിൽ വെക്കാവുന്ന ഒരു നിയമമാണ് ഈ 2% റൂള്. അതായത് നിങ്ങളുടെ ട്രേഡിങ്ങിനായുള്ള മൊത്തം കാശിന്റെ 2% കൂടുതൽ ഒരൊറ്റ ട്രേഡിലും റിസ്ക് എടുക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ നോക്കൂ, പ്രൊഫഷണലുകൾ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് ബെറ്റ് വയ്ക്കുന്നു. സാധാരണ നിക്ഷേപകർ മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൂലധനം എങ്ങനെ സംരക്ഷിക്കും? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈയൊരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത തവണ കാണാം.